കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. കേസ്മാർട്ടിൽ ഏതൊരു പേയ്മെൻറ്റ് ചെയ്യണമെങ്കിലും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബജറ്റ് ഹെഡ് ആഡ് ചെയ്തിരിക്കണം. കേസ്മാർട്ട് വഴി ഒരു ബജറ്റ് എൻട്രി എങ്ങനെ നടത്താമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു പൂർണ്ണമായ ബജറ്റ് എൻട്രി ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് OB ലഭിക്കുന്നതിന് വേണ്ടി 2023-24 AFS, 2024-25 ആക്ച്വൽ റിവൈസ്ഡ് ബജറ്റ്, ഇവയുടെ എല്ലാ വിവരങ്ങളും പ്ലാനും നോൺ പ്ലാനും എൻട്രി ചെയ്യുകയും 2025-26 നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബജറ്റിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കണ്ടിജൻ്റ് എക്സ്പെൻഡിച്ചറും അതുപോലെ സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഹെഡുകൾ ആഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് നോൺ പ്ലാൻ ചിലവുകൾക്ക് വേണ്ടിയുള്ള ബജറ്റ്, പ്ലാനും കൂടി ഉൾപ്പെടുത്തിയുള്ള ഡീറ്റെയിൽഡ് ബജറ്റ് വീഡിയോ നമുക്ക് മറ്റൊരു സമയത്ത് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഏറ്റവും ആവശ്യം നമുക്ക് നോൺ പ്ലാൻ ചിലവുകൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ്. രണ്ട് കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം OB കൊണ്ടുവരണം, അതായത് ബജറ്റിൻ്റെ OB കൊണ്ടുവരണം. പിന്നീട് 25-26 ഡീറ്റെയിൽഡ് ബജറ്റ് ഹെഡുകൾ ആഡ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം 2 സർവീസ് മാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം ഉറപ്പിക്കണം. അതിലൊന്ന് FMBD 01 ബജറ്റ് പ്രിപ്പറേഷൻ, അതിൻ്റെ ഓപ്പറേറ്റർ അക്കൗണ്ടൻ്റ് ആയിരിക്കും, വെരിഫയർ HC അല്ലെങ്കിൽ JS ആയിരിക്കും, അപ്രൂവർ സെക്രട്ടറി ആയിരിക്കും. അത് FMBD 01 ബജറ്റ് പ്രിപ്പറേഷൻ അക്കൗണ്ടിൻ്റെ ഓപ്പറേറ്റർ റോളിലാണ്. അതുപോലെ മറ്റൊരു സർവീസ് കൂടി ആഡ് ചെയ്തിരിക്കണം, FMBD 37. അവിടുത്തെ റോള് ഓപ്പറേറ്റർ വെരിഫയർ അക്കൗണ്ടൻ്റ് എന്നതാണ്. ഇവിടെ അക്കൗണ്ടൻ്റ് എന്ന റോള് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓപ്പറേറ്ററായിട്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആഡ് ചെയ്യും, അതായത് സെക്ഷൻ ക്ലർക്കുമാരെ ആഡ് ചെയ്യും, ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരെ ആഡ് ചെയ്യും, ആര് വേണമെങ്കിലും. കാര്യം ബജറ്റിൻ്റെ എൻട്രി അവരിൽ നിന്നൊക്കെ വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ അക്കൗണ്ടൻ്റ് റോള് അക്കൗണ്ടൻ്റ് എന്ന് തന്നെയായിരിക്കും. ഇനി മുതൽ നമ്മൾ ബജറ്റ് ചെയ്യുമ്പോൾ അതത് ബജറ്റ് നിർദ്ദേശങ്ങൾ അതത് സീറ്റുകളിൽ നിന്ന് വരാം, നിർവഹണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വരാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് വരാം. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയാണ് നമ്മൾ ഓപ്പറേറ്ററായിട്ട് അവരെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആദ്യം ബജറ്റ് പ്രിപ്പറേഷൻ എന്ന സർവീസ് മാപ്പ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടന്റിനെ ഓപ്പറേറ്ററായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബജറ്റ് പ്രിപ്പറേഷൻ എന്ന സർവീസ് നിങ്ങൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്കൗണ്ടന്റ് കേസ്മാർട്ടിലേക്ക് ലോഗിൻ ചെയ്തു. ഒരു എറേസിംഗ് ഫയൽ വഴി ബജറ്റ് പ്രിപ്പറേഷൻ എന്നൊരു ഫയൽ നമ്മൾ എറേസ് ചെയ്തു. അവിടെ ടൈറ്റിൽ എന്ന് പറയുന്ന ഭാഗത്ത് 2025-26 ന്യൂ ബജറ്റ് എന്ന് കൊടുക്കാം, പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ 25-26 ന്യൂ ബജറ്റ് പ്രിപ്പറേഷൻ എന്നോ മറ്റോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക. ആദ്യ ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അത് ഡോക്യുമെന്റ്സ് ഇല്ലാതെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഫയൽ നമ്മുടെ തന്നെ ഇൻബോക്സിലേക്ക് നമുക്ക് ലഭിക്കും. ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്തോ. ഇവിടെ നിന്നാണ് നമ്മൾ ബജറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഫയൽ ഓപ്പൺ ചെയ്തോ, ജനറൽ ഫീച്ചറിൽ നിന്ന് ബജറ്റ് സെലക്ട് ചെയ്തു. ഇവിടെ ബജറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി നടത്താനുള്ള സ്ക്രീൻ നമുക്ക് ലഭിക്കും. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ 25-26 സെലക്ട് ചെയ്യുക. അതായത് 25-26 ഒരു പുതിയ ബജറ്റാണ് നമ്മൾ കേസ്മാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വൗച്ചർ ഡീറ്റെയിൽ ന്യൂ ബജറ്റ് സെലക്ട് ചെയ്യണം. ന്യൂ ബജറ്റ് ഉണ്ട്, നമുക്ക് റിവൈസ്ഡ് ബജറ്റ് ഉണ്ട്. ആദ്യത്തെ ബജറ്റ് ആയതുകൊണ്ട് നമ്മൾ ന്യൂ ബജറ്റ് എന്ന കൺസെപ്റ്റാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളൊരു ബജറ്റ് അംഗീകരിച്ച് വെച്ചിരിക്കുകയാണ്. ആ ബജറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കേസ്മാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ബജറ്റ് ആഡ് ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നതൊക്കെ റിവൈസ്ഡ് ബജറ്റ് ആയിരിക്കും. അതുകൂടി ഓർമ്മ വേണം. നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് കാണാം 2023-24 AFS എമൗണ്ട് 3 കോളങ്ങൾ അവിടെ കാണാം. അതായത് 23-24 AFS എമൗണ്ട്, 24-25 റിവൈസ്ഡ് ബജറ്റ്, 25-26 ആന്റിസിപ്പേറ്ററി ബജറ്റ് എന്നിങ്ങനെയുള്ള 3 കോളങ്ങൾ നമുക്ക് കാണാം. കേസ്മാർട്ടിലേക്ക് നമ്മൾ ബജറ്റ് എൻട്രി നടത്തേണ്ടത് 9 ഷെഡ്യൂളുകളിലായിട്ടാണ്. ആദ്യത്തെ 4 ഷെഡ്യൂൾ വരവാണ്, ഇൻഫ്ലോ എന്ന് പറയും. അടുത്ത 5 ഷെഡ്യൂൾ ചെലവാണ്, ഔട്ട്ഫ്ലോ എന്നും പറയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നമ്മൾ എക്സൽ ടൂളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബജറ്റ് 13 ഷെഡ്യൂളുകളാണ്. കേസ്മാർട്ടിൽ അത് 9 ഷെഡ്യൂളാണ്. അതായത് ഈ 13 ഷെഡ്യൂളുകളെ നമ്മൾ 9 ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരണം. നിലവിലെ ബജറ്റിലെയും കേസ്മാർട്ടിലെയും അക്കൗണ്ട് കോഡുകളൊക്കെ ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് ഇത് ആദ്യം അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ കേസ്മാർട്ടിലേക്ക് ബജറ്റ് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ട ഡോക്യുമെന്റ് 2025-26 നമ്മൾ തയ്യാറാക്കി അംഗീകരിച്ച് വെച്ചിരിക്കുന്ന ബജറ്റിന്റെ കോപ്പി ഉണ്ടായിരിക്കണം. ആ ബജറ്റിന്റെ കോപ്പി തന്നെ AFSന്റെ എമൗണ്ട് കാണും, 24-25 റിവൈസ്ഡ് ബജറ്റും കാണും, 25-26 ആന്റിസിപ്പേറ്ററി ബജറ്റ് എമൗണ്ട് കാണും. ഈ 3 കോളങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
കെ സ്മാർട്ടിലേക്ക് ഇത് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ആദ്യം ഓപ്പണിംഗ് ബാലൻസ്, അതായത് 23-24 AFSന്റെ OB ആണ്. ഒന്നാമത്തെ വരി നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദ്യത്തെ ഇൻഫ്ലോയുടെ 4 വരികളിൽ ആദ്യത്തത് ഓൺ സോഴ്സ് റവന്യൂ എന്നതാണ്. രണ്ടാമത്തത് അസൈൻഡ് റവന്യൂ ആൻഡ് ഗ്രാൻസ് എന്നതാണ്. ഇൻഫ്ലോയിലെ മൂന്നാമത്തെ വരി ലോൺ, ഡെപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസ് എന്നതാണ്. നാലാമത്തെ വരി റിക്കവറി എന്നാണ്. ഇനി ഔട്ട്ഫ്ലോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കോളം, ആദ്യത്തെ റോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് ആണ്. രണ്ടാമത്തേത് അസറ്റ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ്. മൂന്നാമത്തെ റീഫണ്ട് ഓഫ് ലോൺസ്, ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസ് ആണ്. നാലാമത് പേയ്മെന്റ് ഓഫ് റിക്കവറി ആണ്. അവസാനത്തെ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ എന്നിവയാണ്. അങ്ങനെയാണ് 4ഉം 5ഉം ആകെ 9 ഷെഡ്യൂളുകൾ. ആദ്യത്തെ 4 വരവ്, അവസാനത്തെ 5 ചെലവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അംഗീകരിച്ച ബജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ആ ബജറ്റ് വെച്ചാണ് നമ്മൾ ഇതിലേക്കുള്ള എൻട്രി തുടങ്ങാൻ പോകുന്നത്. ഇത് നിങ്ങൾ ആദ്യം ബജറ്റ് ഓപ്പൺ ചെയ്ത് 23-24 OB നമ്മുടെ കയ്യിലുള്ള ബജറ്റ് ഓപ്പൺ ചെയ്തിട്ട് 23-24 OB എത്രയെന്ന് നോക്കുക. ചിലർക്കെങ്കിലും ഈ തുക മൈനസ് ആയിരിക്കും OB. അത് കാര്യമാക്കേണ്ടതില്ല. മൈനസ് ഫിഗർ ഇതുപോലെ കൊടുത്താൽ മതി. എൻ്റെ പഞ്ചായത്തിൽ ഇവിടെ മൈനസ് ആണ്, -91,174. ഞാനത് കെ സ്മാർട്ടിൽ 23-24 AFS ഓപ്പണിംഗ് ബാലൻസ് എന്ന ഭാഗത്ത് കൊടുത്തു. ആ എമൗണ്ട് അവിടെ കൊടുത്തു. ഇനി ഓൺ സോഴ്സ് റവന്യൂ ആണ്. ഓൺ സോഴ്സ് റവന്യൂ നമ്മുടെ സ്വന്തം സോഴ്സിൽ നിന്നുള്ള നികുതികൾ ഏതൊക്കെയാണ്? നമ്മുടെ നികുതി ഇതര വരുമാനം എന്ന് നമ്മൾ പഴയ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ബജറ്റിലെ BS1ഉം BS2ലെയും കൂടി എമൗണ്ടുകൾ കൂട്ടിയാൽ മതി. ഞാൻ പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൺ സോഴ്സ് റവന്യൂയിലേക്കുള്ള എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി നമ്മുടെ നിലവിലുള്ള കയ്യിലുള്ള ബജറ്റ് ഷെഡ്യൂളിലെ BS1ഉം BS2ഉം കൂടി കൂട്ടിയാൽ മതി. ഞാനിവിടെ അത് കൂട്ടി നോക്കി. എൻ്റെ ബജറ്റിൽ BS1ഉം 2ഉം കൂടെ കൂട്ടിയ തുക 52,35,042 രൂപയാണ്. ഞാനത് ഓൺ സോഴ്സ് റവന്യൂയിൽ കൊടുത്തു. ഇത് കെ സ്മാർട്ടിൽ ബജറ്റിലെ അടുത്ത റോ അസൈൻഡ് റവന്യൂ ആൻഡ് ഗ്രാൻസ് എന്നതാണ്. ഈ ഭാഗത്തെ ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടി അസൈൻഡ് റവന്യൂസ് നമുക്ക് കിട്ടാനുള്ള എല്ലാ റവന്യൂ ഗ്രാൻസും അതുപോലുള്ള മറ്റ് വരുമാനങ്ങളും ജനറൽ പർപ്പസ് ഗ്രാൻറ്റും പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊണ്ടുവരണം. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ നിലവിലുള്ള ബജറ്റിലെ BS3, 4, 5, 7 ഒന്നുകൂടെ പറയാം, BS3, 4, 5, 7 ഈ ഇത്രയും ഷെഡ്യൂളുകൾ നമ്മൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അസൈൻഡ് ഗ്രാൻസ് ആൻഡ് റവന്യൂ എന്ന് പറയുന്ന രണ്ടാമത്തെ റോ കിട്ടും. ഇത് എനിക്കിവിടെ അത് കൂട്ടിയപ്പോൾ 9,14,77,413 അതും ഈ ഭാഗത്ത് കൊടുത്തു. വരവിൽ അടുത്ത ഭാഗം ലോൺ, ഡെപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസ് എന്നതാണ്. അത് കണ്ടുപിടിക്കാൻ നിലവിൽ നമ്മുടെ കയ്യിലെ ബജറ്റിലെ BS6 തുക കൊടുക്കുക. BS6 മിക്കവാറും കൂടുതൽ പേർക്കും 0 ആയിരിക്കും. എനിക്കും 0ആണ്, അത് 0 കൊടുത്തു. വരവിൽ അടുത്ത ഭാഗം റിക്കവറി എന്നാണ്. സാധാരണ നമ്മൾ ബജറ്റിൽ റിക്കവറി ഭാഗം ഇത്രയും കാലം ഉൾപ്പെടുത്തി പോയിട്ടില്ല. സ്വാഭാവികമായിട്ടും 0 ആയിരിക്കും കയ്യിലുള്ള ബജറ്റ്. 0 കൊടുക്കുക. ഇത് ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ 23-24 AFS പ്രകാരമുള്ള വരവിലെ എല്ലാ ഭാഗങ്ങളും 4 ഭാഗവും നമ്മൾ എന്ത് ചെയ്തു? എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലുള്ള ബജറ്റ് അനുസരിച്ചാണ് നമ്മൾ കെ സ്മാർട്ടിലേക്ക് ബജറ്റ് ആഡ് ചെയ്തത്. നമ്മളിപ്പോൾ വരവ് ഭാഗത്ത് ലഭിച്ച ടോട്ടൽ നമ്മുടെ നിലവിലെ ബജറ്റ് ഷീറ്റിൽ നമ്മുടെ കയ്യിലുള്ള ബജറ്റിലെ വരവും പ്രാരംഭ ബാക്കിയും ഒക്കെ ഒന്ന് തന്നെയാണോ എന്ന് നമുക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി ചെലവിൻ്റെ ഭാഗം നമുക്ക് എൻട്രി ചെയ്യാം. ചെലവിൻ്റെ ഭാഗത്ത് ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ആണ്. അത് കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജറ്റിലെ AFSൽ 23-24 AFSൻ്റെ ഭാഗത്ത് BS8ലെ തുക അതുപോലെ അങ്ങ് എൻട്രി ചെയ്യണം. എനിക്കിവിടെ അത് 1,32,80,076 രൂപയാണ്. അത് BS8ലെ എമൗണ്ട് എത്രയാണ് അത് അതുപോലെ അങ്ങ് എൻട്രി ചെയ്തു. അതും ഈ ഭാഗത്ത് കൊടുത്തു. ചില ഭാഗത്ത് അടുത്ത റോ എന്ന് വെച്ചാൽ അസറ്റ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നാണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നിലവിലെ ബജറ്റിലെ BS12ലെയും BS9ലെയും തുകകൾ കൂട്ടി ഇത് രേഖപ്പെടുത്തണം. അപ്പോൾ അസറ്റ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന ഭാഗത്തെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി BS9ലെയും BS12ലെയും കൂടി തുക കൂട്ടുക. ഞാനിവിടെ കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് 5,58,76,694 അത് കൊടുത്തു. മൂന്നാമത്തെ ചെലവ് ഭാഗത്തെ മൂന്നാമത്തെ റോ എന്ന് വെച്ചാൽ റീഫണ്ട് ഓഫ് ലോൺ, ഡെപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസ് എന്നാണ്. ഇത് കണ്ടുപിടിക്കുന്നത് BS11 എത്രയാണ് തുകയെന്ന് നോക്കുക. മിക്കവാറുള്ളവർക്ക് 0 ആയിരിക്കും. എനിക്കും 0 ആയതുകൊണ്ട് 0 കൊടുത്തു. പേയ്മെൻറ്റ് ഓഫ് റിക്കവറി എന്നാണ് നാലാമത്തെ ഷെഡ്യൂൾ. നമുക്ക് നേരത്തെ അങ്ങനെ ഷെഡ്യൂൾ ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയിരിക്കും. അത് 0 കൊടുത്തു. അവസാനത്തെ ഭാഗം ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ എന്നതാണ്. ഈ ഭാഗത്തെ തുക തൽക്കാലം കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് BS10ലെ എമൗണ്ട് അതുപോലെ അങ്ങ് എടുത്ത് കൊടുക്കുക. BS10ൽ എനിക്ക് 3,02,10,300 അത് അതുപോലെ രേഖപ്പെടുത്തി. ഇനി ഗ്രാൻഡ് ടോട്ടൽ നിലവിലെ ബജറ്റ് മാറ്റം ഒന്ന് ഒത്തു നോക്കാം. നിങ്ങൾ ഇത്ര ഓരോന്ന് കഴിയുമ്പോൾ 23-24 വരവും ചെലവും എൻട്രി ചെയ്ത് കഴിയുമ്പോൾ തന്നെ 24-25 റിവൈസ്ഡ് ബജറ്റിലേക്കുള്ള OB കിട്ടും. നോക്കൂ, ആ OBയും നിലവിൽ നമ്മുടെ കയ്യിലുള്ള പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബജറ്റിലെ OBയും ഒന്ന് തന്നെ ആയിരിക്കണം. അത് ഒന്ന് തന്നെയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ,
അപ്പോൾ 23 ഇനി 24 ക്ലോസിംഗ് ബാലൻസ് 24-25 OB ആയിട്ട് വന്നു. ഇനി എന്ത് ചെയ്യണം? 24-25 റിവൈസ്ഡ് ബജറ്റ് എൻട്രി ചെയ്യണം. റിവൈസ്ഡ് ബജറ്റ് നമ്മുടെ കയ്യിലുള്ള ബജറ്റിലെ ഡീറ്റെയിൽ എല്ലാം ഉണ്ട്. അത് നോക്കി എന്ത് ചെയ്യണം? 23-24 വരവും ചെലവും ചെയ്ത പോലെ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? 24-25 റിവൈസ്ഡ് ബജറ്റും AFS നമ്മുടെ KS മാർട്ടിലേക്ക് അതേപോലെ എൻട്രി ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾ റിവൈസ്ഡ് ബജറ്റിലെ അതായത് 23-24 AFS ചെയ്തു, 24-25 റിവൈസ്ഡ് ബജറ്റ് ചെയ്തു. റിവൈസ്ഡ് ബജറ്റും കൂടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ 25-26 OB കിട്ടും. OB അവിടെ വിസിബിൾ ആയില്ല എങ്കിൽ മുകളിൽ OBയുടെ ഭാഗത്ത് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്താൽ അവിടെ OB ലിസ്റ്റ് ചെയ്ത് വരും. ഈ വന്ന OBയും നമ്മുടെ കയ്യിലുള്ള ബജറ്റിലെ OBയും 25-26 OBയും തുല്യമായിരിക്കണം. അത് തുല്യമാണോ എന്ന് കയ്യിലുള്ള ബജറ്റുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബജറ്റ് ഒന്ന് സേവ് ചെയ്യുക. നോട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നോട്ട് കൂടി കൊടുത്തിട്ട് ഫയൽ സബ്മിറ്റ് ചെയ്യുക. ഫയൽ ആർക്കായിരിക്കും പോകുന്ന? ഫയൽ വെരിഫയർ ആയി HC അല്ലെങ്കിൽ JSനായിരിക്കും പോകുന്നത്. ഫയൽ HSCക്ക് പോയി അല്ലെങ്കിൽ JSന് പോയി അവരവിടെ HC വെരിഫയറുടെ ലോഗിൻ ചെയ്തു. ഇൻബോക്സിലെ ഫയൽ ഓപ്പൺ ചെയ്തു. ജനറൽ ഫീച്ചറിൽ നിന്ന് ഫിനാൻസ് അതിൽ നിന്ന് ബജറ്റ് ഐക്കൺ സെലക്ട് ചെയ്തു. ബജറ്റ് വെരിഫൈ ചെയ്തു. ആവശ്യമെങ്കിൽ അക്കൗണ്ട് തന്നെ റിട്ടേൺ ചെയ്യുകയും ചെയ്യാം. ഇവിടെ തൽക്കാലം പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെരിഫൈ ചെയ്തു. അപ്രൂവലിനായിട്ട് സബ്മിറ്റ് ചെയ്തു. സെക്രട്ടറി അഥവാ അപ്രൂവർ ഫയൽ ലോഗിൻ ചെയ്തു. ഫയൽ ഓപ്പൺ ചെയ്തു. അദ്ദേഹം അതുപോലെ എന്ത് ചെയ്തു? ബജറ്റ് ഐക്കൺ സെലക്ട് ചെയ്തു. ബജറ്റ് അപ്രൂവ് ചെയ്തു. ഇനി ഫയൽ അക്കൗണ്ട് തന്നെ തിരികെ അയക്കണം. അപ്പോൾ ഇത്രയും ബജറ്റിൻ്റെ OB എൻട്രി ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെരിഫയർ കണ്ട് അപ്രൂവർ കണ്ട് തിരിച്ച് OB അപ്രൂവ് ചെയ്ത് തിരിച്ചു വരണം. ഓക്കെ, ഇപ്പം നമ്മൾ OB എൻട്രികളെല്ലാം ഇപ്പം നമുക്ക് പൂർത്തിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് 25-26 ഡീറ്റെയിൽഡ് ബജറ്റ് ഹെഡ് എൻട്രിയാണ് ചെയ്യേണ്ടത്. 25-26 ഡീറ്റെയിൽഡ് ഹെഡിലേക്ക് ബജറ്റ് എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് പേയ്മെൻറ്റും ക്ലെയിം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 23-24 24-25 നമ്മൾ ബജറ്റ് ഷെഡ്യൂളിലേക്ക് ആ 9 ബജറ്റ് ഷെഡ്യൂളിലേക്കാണ് നേരിട്ട് എൻട്രി നടത്തിയത്. പക്ഷേ 25-26 ബജറ്റ് ഷെഡ്യൂളിലേക്ക് നേരിട്ട് എൻട്രി നടത്താൻ പറ്റത്തില്ല. അതത് ബജറ്റ് ഹെഡുകൾ തന്നെ എൻട്രി നടത്തണം. അങ്ങനെ ചെയ്യുന്ന എൻട്രി ഓട്ടോമാറ്റിക്കലി ഈ ബജറ്റ് ഷെഡ്യൂളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് ബജറ്റ് ഷെഡ്യൂളിലേക്ക് നേരിട്ട് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. അതത് ബജറ്റ് ഹെഡ് തന്നെ എൻട്രി ചെയ്യണം. മറ്റൊരു കാര്യം, ബജറ്റ് എൻട്രി പ്രൊവിഷൻ അക്കൗണ്ടന്റിന് മാത്രമല്ല എല്ലാ ഉദ്യോഗസ്ഥർക്കും കൊടുക്കാവുന്നതാണ്. ബജറ്റ് എൻട്രി ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അവർക്കൊക്കെ കൊടുക്കാം. തൽക്കാലം നമുക്കിപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് അക്കൗണ്ടന്റ് തന്നെ എന്ത് ചെയ്താൽ മതി? ഈ ബജറ്റ് എൻട്രി എന്ന് പറയുന്ന ജോലി ചെയ്താൽ അതായിരിക്കും നല്ലത്. 2025-26 ബജറ്റ് എൻട്രിക്കായിട്ട് അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തു. അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ സർവീസസിൽ നിന്ന് ഫിനാൻസ് മാനേജ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ബജറ്റ് സർവീസ് എന്നൊരു കാർഡ് ഇപ്പോൾ എനേബിൾ ആയിട്ടുള്ളതായിട്ട് കാണാം. ആ കാർഡ് സെലക്ട് ചെയ്തു. ഈ കാർഡ് വഴിയാണ് നമ്മൾ ബജറ്റിൻ്റെ ഡീറ്റെയിൽ എൻട്രി ചെയ്യുന്നത്. ആ കാർഡ് ക്ലിക്ക് ചെയ്താൽ ബജറ്റ് എന്ന മറ്റൊരു കാർഡ് ലഭിക്കും. അവിടെ ബജറ്റ് എൻട്രി എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം. അത് ഇപ്പോൾ വരുന്ന സ്ക്രീനിലെ കാറ്റഗറിയിൽ ന്യൂ സെലക്ട് ചെയ്യണം. ബെനിഫിഷ്യറി ഫിനാൻഷ്യൽ ഇയർ 25-26 സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബജറ്റ് പ്രിപ്പറേഷൻ സമയത്ത് ഒരു ഫയൽ എറേസ് ചെയ്തിരുന്നു. ആ ഫയലിൻ്റെ നമ്പറും കാര്യങ്ങളും കാണാം. ഈ ഡീറ്റെയിൽ ഇവിടെ ഫെച്ചായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? നമുക്ക് ബജറ്റിൻ്റെ ഡീറ്റെയിൽ എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ. അതായത് ബജറ്റ് പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് സേവ് ആക്കി OB എൻട്രി ചെയ്ത് അത് അപ്രൂവ് ചെയ്തത് ഇവിടെ ലിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 25-26 ഡീറ്റെയിൽ എൻട്രി നടത്താൻ കഴിയുകയുള്ളൂ. ഇത് ബജറ്റ് ടൈപ്പ് ഇൻഫ്ലോ എന്നും ഔട്ട്ഫ്ലോ എന്നും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു വരവൊക്കെ രേഖപ്പെടുന്ന ഇൻഫ്ലോയിലും ചിലവൊക്കെ രേഖപ്പെടുന്ന ഔട്ട്ഫ്ലോയിലുമാണ്. നമ്മൾ ആദ്യം വരവ് ഭാഗമാണ് രേഖപ്പെടുന്നത്, ഇൻഫ്ലോ ആണ് രേഖപ്പെടുന്നത്. മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്ന കോംബോ കാണാം. നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടതാണ്. അവിടെ OB എൻട്രി ചെയ്ത 4 മേജർ ഹെഡുകൾ, അതായത് ഓൺ സോഴ്സ് റവന്യൂ, അസൈൻഡ് റവന്യൂ ആൻഡ് ഗ്രാൻഡ്, ലോൺസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസ്, റിക്കവറി എന്നിങ്ങനെ 4 മേജർ ഹെഡ് കാണാം. നമ്മൾ ഈ ഓരോ മേജർ ഹെഡിലേക്കും ബജറ്റ് കോഡുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ഓൺ സോഴ്സ് റവന്യൂ എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഈ ഓരോ മേജർ സോഴ്സിൽ ഏതൊക്കെ ഹെഡുകൾ വരും എന്നുള്ള എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്ത് കിട്ടിയിരിക്കും. ആ എക്സൽ ഷീറ്റിലൂടെ നോക്കുക. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ആ ഓൺ ഫണ്ട് അവിടെ ഞാൻ ആ കോംബോയിൽ നിന്ന് ഓൺ സോഴ്സ് റവന്യൂ സെലക്ട് ചെയ്തു. സബ് ഗ്രൂപ്പ് തൽക്കാലം ടാക്സ് എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, മേജർ ഗ്രൂപ്പ് ഓൺ സോഴ്സ് സെലക്ട് ചെയ്തു, സബ് ഗ്രൂപ്പ് ടാക്സ് സെലക്ട് ചെയ്തു, ഫണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു. ഞാൻ ആദ്യം പ്രോപ്പർട്ടി ടാക്സിൻ്റെ വരവ് ഹെഡാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. അവിടെ നിങ്ങൾ നോക്കിയേ 1100-101 പ്രോപ്പർട്ടി ടാക്സ് ജനറൽ എന്ന ഹെഡ് സെലക്ട് ചെയ്തു. ബജറ്റ് ഹെഡ് സെലക്ട് ചെയ്തു. പ്രോപ്പർട്ടി ടാക്സിന് നിലവിൽ എത്ര രൂപയാണ് നമ്മുടെ ബജറ്റിൽ എൻട്രി ചെയ്ത് വെച്ചിട്ടുള്ളത് നോക്കുക. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ അത് 30 ലക്ഷം രൂപയാണ് 25-26 പ്രോപ്പർട്ടി ടാക്സ് കിട്ടുമെന്ന് വിചാരിച്ചു. ഇത് ഇവിടെ രേഖപ്പെടുത്തി. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ ഒരു ഗ്രിഡായിട്ട് താഴെ ലിസ്റ്റ് ചെയ്യും. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെൻ ഐക്കണും അവിടെ ലിസ്റ്റ് ചെയ്യും. തൊട്ട് താഴെ അഡീഷണൽ ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഫീൽഡ് എന്നൊരു ബോക്സ് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വാർഡുകളുടെയും പേര് ലിസ്റ്റ് ചെയ്യും.
ചില വരവുകൾ ഏതെങ്കിലും പ്രത്യേക വാർഡിൽ നിന്നായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചില വാർഡുകളിൽ ഓഡിറ്റോറിയം ഉണ്ടായിരിക്കും, ഒരു പ്രത്യേക വാർഡിലായിരിക്കും ഉണ്ടായിരിക്കും. ആ ഓഡിറ്റോറിയത്തിനുള്ള വരവൊക്കെ ആണെങ്കിൽ ആ വാർഡ് മാത്രമായിട്ട് കാണിച്ചാലും കുഴപ്പമില്ല. ഇവിടെ കൂടുതൽ കോമൺ കേസുകളിലും എല്ലാ വാർഡുകളും സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രോപ്പർ ടാക്സ് എല്ലാ വാർഡിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓൾ വാർഡ് സെലക്ട് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. കാറ്റഗറി എന്ന് പറയുന്ന ഭാഗത്ത് സബ് ഗ്രൂപ്പ് അനുസരിച്ച് ലിസ്റ്റ് ചെയ്യും. മിഷൻ ജനറൽ സെലക്ട് ചെയ്യുക. ഫങ്ഷണൽ ഗ്രൂപ്പ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെലക്ട് ചെയ്തു. ഫംഗ്ഷനും ജനറൽ അഡ്മിനിസ്ട്രേഷൻ സെലക്ട് ചെയ്യാം. ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഈ ഹെഡ് പരിശോധിക്കേണ്ടത് സെലക്ട് ചെയ്യുക. ഓൾറെഡി നമ്മളിവിടെ അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബജറ്റ് ആയതുകൊണ്ട് ഈ ഭാഗത്ത് വലിയ പ്രാധാന്യമില്ല. എങ്കിലും നിങ്ങൾ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണെന്ന് കൊടുത്തു പോകുക. ഞാൻ തൽക്കാലം ഇവിടെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സെലക്ട് ചെയ്തു. ബജറ്ററി നെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുക. ഈ ബജറ്ററി നെയിം വ്യക്തമായിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ ബജറ്റ് ഗ്രൂപ്പിനും സബ് ഗ്രൂപ്പിനും ഒപ്പം ഈ ബജറ്ററി നെയിമും കൂടി വരും. അതുകൊണ്ട് അതൊന്ന് വ്യക്തമായിട്ട് കൊടുക്കുക. ഇനി സേവ് ചെയ്യുക. ആദ്യത്തെ ഹെഡ് കൊടുത്ത് സേവ് ചെയ്തു. ഇത്രയും ആയപ്പോൾ വരവിനത്തിൽ ഓൺ സോഴ്സ് റവന്യൂ എന്ന മേജർ ഗ്രൂപ്പിൽ ടാക്സ് എന്ന സബ് ഗ്രൂപ്പിൽ 1100-101 പ്രോപ്പർട്ടി ടാക്സ് ജനറൽ എന്ന ഹെഡിൽ നമ്മൾ ഒരു തുക നമ്മുടെ കയ്യിലുള്ള ബജറ്റ് അനുസരിച്ച് ആഡ് ചെയ്തു. അത് താഴെ ഗ്രിഡിൽ ലിസ്റ്റ് ചെയ്യുന്നത് കാണാം. നമ്മൾ ആദ്യമേ പറഞ്ഞു ഓൺ സോഴ്സ് റവന്യൂവിൽ BS 1-ലെയും 2-ലെയും തുകകളാണ് വരുന്നത്. അപ്പോൾ ഇനി ഓൺ സോഴ്സ് റവന്യൂവിൽ ഏതൊക്കെ തുക കൊണ്ടുവരണമെന്ന് നമ്മുടെ കയ്യിലുള്ള ബജറ്റ് നോക്കിയിട്ട് അതിൽ BS 1-ലും 2-ലും ഏതൊക്കെ ഭാഗത്ത് തുക കൊടുക്കുന്നു ആ എല്ലാ ഹെഡുകളും എന്ത് ചെയ്യണം. ഹെഡിൻ്റെ ഹെഡ് കോഡ് ചിലപ്പോൾ വ്യത്യാസമായിരിക്കും, എൻ്റെ പേര് സെയിം ആയിരിക്കും. ആ എല്ലാ ഹെഡുകളും ഇവിടെ നിങ്ങൾ ഇതേപോലെ ഓൺ സോഴ്സ് റവന്യൂവിൽ ആഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി എല്ലാ ഹെഡുകളും K-സ്മാർട്ടിലുണ്ട്. ഇനി IRGMS-ലുള്ള ഏതെങ്കിലും ഹെഡ് K-സ്മാർട്ടിൽ ഇല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. തൽക്കാലത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ആപ്റ്റായ ഒരു ഹെഡിലേക്ക് തൽക്കാലം എന്ത് ചെയ്യണം, ആ വരം അങ്ങ് എൻട്രി ചെയ്ത് കൊടുക്കണം. ഇപ്രകാരം ഓൺ സോഴ്സ് റവന്യൂലുള്ള എല്ലാ ഹെഡുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ടോട്ടൽ നോക്കണം. നമുക്കിത് ചെക്ക് ചെയ്യാൻ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്ത തുകകൾ നിലവിലെ ബജറ്റുമായിട്ട് നോക്കുന്നതിന് ബജറ്റ് സർവീസിൽ ബജറ്റ് റിപ്പോർട്ട് എന്നൊരു കാർഡുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഫോം നമ്പർ 1 സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ എൻട്രി ചെയ്ത എല്ലാ വിവരങ്ങളും ഇവിടെ കാണാം. അവയുടെ ടോട്ടൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതെങ്കിലും ഫിഗർ തെറ്റുണ്ടെങ്കിലോ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിലോ ബജറ്റ് കാർഡിൽ നിന്നും ബജറ്റ് ലിസ്റ്റ് എടുത്ത് ഫങ്ഷണൽ ഗ്രൂപ്പും ഫിനാൻഷ്യൽ ഇയറും കാറ്റഗറിയും കൊടുത്ത് സെർച്ച് ചെയ്താൽ നമ്മൾ ചെയ്ത ബജറ്റ് ഹെഡൊക്കെ താഴെ ലിസ്റ്റ് ചെയ്യും. എഡിറ്റ് ചെയ്യേണ്ടവയ്ക്ക് നേരെയുള്ള പെൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവ എഡിറ്റ് ചെയ്യാം. ഏതെങ്കിലും ഹെഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ബജറ്റ് കാർഡിലെ ബജറ്റ് ഡിലീറ്റ് എന്ന ഓപ്ഷൻ എടുത്താൽ മതി. നമുക്കിനി തൽക്കാലം ജനറൽ പർപ്പസ് ഫണ്ടും കൂടി തൽക്കാലം നമുക്ക് എൻ്റർ ചെയ്യാം. ജനറൽ പർപ്പസ് ഗ്രാൻഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ ബജറ്റ് എൻട്രിയിൽ വന്നു. മേജർ ഗ്രൂപ്പ് അസൈൻഡ് റവന്യൂ ആൻഡ് ഗ്രാൻഡ്, സബ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ഗ്രാൻഡ്, ഫണ്ട് ജനറൽ പർപ്പസ് സെലക്ട് ചെയ്തു. 25-26 നമുക്ക് ലഭിക്കുമെന്ന് വരുന്ന ജനറൽ പർപ്പസ് എത്രയാണ് അതങ്ങ് എൻട്രി ചെയ്തു. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് ചെയ്യേണ്ട കാര്യം ചെലവ് ഭാഗത്ത് ഞാൻ ഇവിടെ പ്ലാനിൻ്റെ ഫണ്ടുകളൊന്നും ആഡ് ചെയ്യുന്നില്ല. പ്ലാൻ ഫണ്ട് ആഡ് ചെയ്യുന്ന മറ്റൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സിന് ശേഷം നമുക്ക് ചെയ്യാം. ഇനി ചെലവിൻ്റെ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങൾ എൻട്രി ചെയ്യാൻ പറ്റും, ചെലവിൻ്റെ ഭാഗത്തെ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ചെലവിൻ്റെ ഭാഗത്ത് നമ്മൾ തൽക്കാലം BS 8-ലെ വിവരങ്ങൾ, കാരണം BS 8-ലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് വരുന്നത്. നമുക്ക് അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചിലവുകൾ ഓരോ ദിവസം ചെയ്യേണ്ടി വരുന്നത്. BS 8-ലെ വിവരങ്ങളാണ് നമ്മൾ ചെലവിൻ്റെ ഭാഗത്ത് പ്രധാനമായിട്ടും കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ബജറ്റ് എൻട്രി വീണ്ടും സെലക്ട് ചെയ്തു. നമ്മുടെ കയ്യിലെ ബജറ്റ് എടുത്തു. കയ്യിലെ ബജറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കയ്യിൽ ബജറ്റ് ഹെഡുകളെല്ലാം ഒരുമിച്ചായിരിക്കും. K-സ്മാർട്ടിൽ അത് സ്പ്ലിറ്റ് ചെയ്തുമായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ സാലറി എന്ന് പറയുന്ന ഒരൊറ്റ ഹെഡിലായിരിക്കും ഓൾറെഡി നമ്മുടെ കയ്യിലെ ബജറ്റിൽ ഹെഡ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. K-സ്മാർട്ടിലേക്ക് വരുമ്പോൾ അത് സാലറി ഓഫ് സെക്രട്ടറിയും വരും, സാലറി ഓഫ് പെർമനൻറ്റ് സ്റ്റാഫും വരും. അതേ കണക്ക് പല ഹെഡുകളും സ്പ്ലിറ്റ് ചെയ്ത് വന്നിരിക്കും. അപ്പം നമ്മുടെ കയ്യിലുള്ള ബജറ്റിനകത്ത് ഒരുമിച്ചാണ് ഹെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ എന്ത് ചെയ്യുക, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കണം. സെക്രട്ടറിക്ക് എത്ര, പെർമനൻറ്റ് സ്റ്റാഫിന് എത്ര, അതേപോലെ തന്നെ TA വരുമ്പം സ്റ്റാഫിന് എത്ര, മെമ്പർമാർക്ക് എത്ര, ഈ രീതിയിൽ സ്പ്ലിറ്റിംഗ് വെച്ചാണ് K-സ്മാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ചെലവ് ഹെഡ് ഞാൻ ആദ്യം എൻട്രി ചെയ്ത് കാണിക്കാം. ആദ്യം നമുക്ക് സാലറി തന്നെ നോക്കാം. സാലറി എൻട്രി ചെയ്യാൻ വേണ്ടി മേജർ ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ്, സബ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസും ഫണ്ട് ഓൺ ഫണ്ടും സെലക്ട് ചെയ്തു. അക്കൗണ്ട് ഹെഡ് 210 1001 സാലറി സെക്രട്ടറി സെലക്ട് ചെയ്തു. നമ്മൾ നേരത്തെ നമുക്ക് സാലറി എന്ന് പറയുന്ന ഒറ്റ ഹെഡാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സാലറി സെക്രട്ടറി ഉണ്ട്, സാലറി പെർമനൻറ്റ് സ്റ്റാഫും ഉണ്ട്. അപ്പോൾ ഞാൻ സാലറി സെക്രട്ടറി ഹെഡ് സെലക്ട് ചെയ്തു. തുക ആഡ് ചെയ്തു. അഡീഷണൽ ഡീറ്റെയിലും വിവരങ്ങളും കൊടുത്തു. കാറ്റഗറി മിഷനും ഫങ്ഷണൽ ഗ്രൂപ്പും ഒക്കെ സെലക്ട് ചെയ്ത് സേവ് ചെയ്തു. ഇപ്രകാരം കയ്യിലുള്ള ബജറ്റിൽ BS 8-ലെ മുഴുവൻ തുക എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുത്ത തുകകൾ ശരിയാണോ എന്ന് നമ്മുടെ ബജറ്റ് റിപ്പോർട്ട്സിനകത്ത് ഫോറം നമ്പർ 1 സെലക്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം.
ഇപ്പോൾ അത്യാവശ്യം വേണ്ട BS8 വന്ന എല്ലാ ഫിഗറുകളും നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ബജറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസിനും കണ്ടിജൻറ്റ് എക്സ്പെൻസിനും ആവശ്യമായ ബജറ്റ് ഹെഡുകളെല്ലാം ലഭിക്കും. ഇനി നമ്മൾ 2025 മാർച്ച് മാസം അവസാനം സാലറി പേയ്മെൻറ്റ് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിക്കവറി കൊടുക്കാനുണ്ട്. അതുപോലെ പല വർക്ക് ബില്ലിൻ്റെ റിക്കവറികൾ നമ്മൾ ആ മാസം പിടിച്ചിട്ടിട്ടുണ്ട്, അതൊക്കെ കൊടുക്കണം. ഇത് കൊടുക്കാൻ വേണ്ടി ബജറ്റിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് 2025 മാർച്ചിൽ പിടിച്ച സാലറി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും. മാർച്ചിൽ പിടിച്ച സാലറി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബജറ്റ് സെലക്ട് ചെയ്തു. ബജറ്റ് ടൈപ്പ് ഔട്ട്ഫ്ലോ സെലക്ട് ചെയ്തു. പ്രൊജക്റ്റ് പേയ്മെൻറ്റ് അല്ലാത്ത ആനുവൽ പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് നോ സെലക്ട് ചെയ്തിട്ട് മേജർ ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസും സബ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് LBയും ഫണ്ട് ഓൺ ഫണ്ടും അക്കൗണ്ട് ഹെഡ് 350-1102 നെറ്റ് സാലറി പേയബിളും സെലക്ട് ചെയ്തത്. നമ്മൾ നമ്മൾ പേയ്മെൻറ്റ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ശമ്പളം നമ്മൾ 1-ാം തീയതി പേയ്മെൻറ്റ് ചെയ്ത് കാണും. ആ പേയ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി 350-1102 നെറ്റ് സാലറി പേയബിൾ എന്ന് പറയുന്ന ഒരു ഹെഡിലേക്ക് ബജറ്റിൽ പൈസ ആഡ് ചെയ്യണം. നമ്മുടെ IGMS നോക്കിയിട്ടോ അല്ലെങ്കിൽ ബിൽ റേറ്റ്സ് നോക്കിയിട്ടോ എത്രയാണ് നെറ്റ് എമൗണ്ട്, അതായത് നമ്മൾ എത്രയാണ് ആക്ച്വൽ സാലറി കൊടുത്തത് എന്ന നോക്കി വെക്കണം. ആ എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് റിക്കവറി ഒഴികെ സെക്രട്ടറിക്കും പെർമനന്റ് സ്റ്റാഫിനും ശമ്പളം എത്ര കൊടുത്തു അതാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. നേരത്തെ ചെയ്തപോലെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഇതേപോലെ റിക്കവറി പിടിച്ചിട്ട തുകകളും ആഡ് ചെയ്യണം. നമ്മൾ റിക്കവറി അല്ല ശമ്പളത്തിൻ്റെ റിക്കവറി പിടിച്ചിട്ടിട്ടുണ്ട്, പല ഹെഡുകളായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ തുകയും നിങ്ങൾ ബജറ്റിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം. പെൻഷൻ കോൺട്രിബ്യൂഷൻ പേയബിൾ എംപ്ലോയർ ഷെയർ ചെയ്ത് കാണിക്കാം. നിങ്ങൾ അതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ട മേജർ ഗ്രൂപ്പ് പേയ്മെൻറ്റ് ഓഫ് റിക്കവറി എന്നതാണ്. സബ് ഗ്രൂപ്പ് എംപ്ലോയി റിലേറ്റഡ് റിക്കവറി അക്കൗണ്ട് ഹെഡ് 350-1301 എംപ്ലോയർ ലയബിലിറ്റി പെൻഷൻ കോൺട്രിബ്യൂഷൻ. നിങ്ങൾ ഓരോ ഹെഡ് ചെയ്യുമ്പോഴും ഹെഡ് മാറുമെന്നറിയാമല്ലോ. ഈ തൽക്കാലം ഞാൻ എംപ്ലോയർ ഷെയർ മാത്രം NBSൻ്റെ എംപ്ലോയർ ഷെയർ എങ്ങനെ ബജറ്റിലേക്ക് ആഡ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. പെൻഷൻ കോൺട്രിബ്യൂഷൻ സെലക്ട് ചെയ്ത് റിക്കവറി ചെയ്തിട്ടിരിക്കുന്ന എമൗണ്ട് എത്രയാണ് അത് കൊടുത്തു ആഡ് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ എല്ലാ വിവരങ്ങളും കൊടുക്കണം. ഇപ്രകാരം പിടിച്ചിരിക്കുന്ന ഓരോ റിക്കവറി ഹെഡ് നിങ്ങൾ ആഡ് ചെയ്യണം. അതുപോലെ വർക്ക് ബില്ലിൽ നിന്ന് ഏതെങ്കിലും റിക്കവറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ഇതേപോലെ ആഡ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ പ്രൊജക്റ്റ് ഒഴികെയുള്ള മറ്റെല്ലാ നോൺ പ്ലാൻ ചെലവുകളും വരവുകളും നമ്മൾ ബജറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. പ്രോജക്റ്റുകളുടെ പേയ്മെൻറ്റിനായിട്ട് ബജറ്റിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വരും. അത് പിന്നീട് ചെയ്യാം. അത് DPC അപ്രൂവൽ ആകുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാം. ആക്ച്വലി ഒരു ബജറ്റ് തയ്യാറാക്കിയാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കാരണം പഞ്ചായത്ത് അംഗീകരിക്കണം, എന്നിട്ടാണ് ബജറ്റ് അംഗീകാരം ആകത്തുള്ളൂ. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ബജറ്റ് അംഗീകരിച്ച് വെച്ചിരിക്കുന്ന ബജറ്റാണ് KSMART-ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് മറ്റ് അംഗീകാര നടപടികൾ ഇനി വെച്ചിട്ടില്ല KSMART-ൽ. നിങ്ങൾ ബജറ്റ് ഹെഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നേരിട്ട് ക്ലെയിമിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ നാളെ തന്നെ ഓഫീസിൽ പോയിട്ട് അത്യാവശ്യം ഹെഡുകൾ ഇതുപോലെ ആഡ് ചെയ്യുക. സാലറി കൊടുത്തതും മറ്റുമൊക്കെ ആദ്യത്തെ പേയ്മെൻറ്റായിട്ട് പേയ്മെൻറ്റും ചെയ്യുക. ഓക്കെ, അത്യാവശ്യം ബജറ്റ് ആഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.